നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ കൊണ്ടുള്ളൊരു ഫ്രൈൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ സോയ നമുക്ക് നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് അത് കുതിർന്ന് വരുമ്പോൾ പിഴിഞ്ഞ് മാറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്ന ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് തൈരും 2 സ്പൂൺ കോൺഫ്ലവറും അതുപോലെ 1 സ്പൂൺ അരിപ്പൊടി, അത് ക്രിസ്പീനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടി ഇട്ടിട്ട് എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ മസാല സോയയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ തന്നെ കിടക്കട്ടെ. ഒരു അടിഭാഗം മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മുരിയിച്ചെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോണ ആ ഒരു പരുവാകണ്ട, പാകത്തിനായി വരണം. ആ ഒരു ക്രിസ്പീനെസ് ആയും തോന്നുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് കോരി മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.